തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. കർത്താവ് സുവിശേഷ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ് പറയുന്നത്. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നിടത്താണല്ലോ സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷ സമാപിക്കുന്നത്. സ്നാപക യോഹന്നാനും എന്തിനെക്കുറിച്ചാണ് പ്രസംഗിച്ചു കൊണ്ടിരുന്നത്? സുവിശേഷം സ്വീകരിക്കാൻ, യേശുവിനെ സ്വീകരിക്കാൻ ജനത്തെ ഒരുക്കുന്ന സ്നാപക യോഹന്നാനും അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് ജെറുസലേമിൽ, ജോർദാൻ്റെ തീരങ്ങളിൽ ആയിരുന്നത്. അനുതാപം ദൈവത്തെ സ്വന്തമാക്കാൻ ഏറ്റവും ആവശ്യമായ കാര്യമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 2-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഹൃദയത്തിൽ അനുതാപവും എളിമയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുക. ഹൃദയത്തിൽ അനുതാപവും എളിമയും എൻ്റെ വചനം കേൾക്കുമ്പോൾ ഭ്രമിക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ അനുഗ്രഹിക്കുക, കടാക്ഷിക്കുക എന്ന്. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാൻ, ദൈവത്തിൻ്റെ കടാക്ഷം സ്വന്തമാക്കാൻ നമുക്ക് ഏറ്റവും പ്രധാനമായി ആവശ്യമായ ഒരു കാര്യമാണ് അനുതാപം. അനുദപിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിൽ നമുക്കതിനെ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വാർത്തയാണ്, പുതിയ വാർത്തയാണ്. അത് യേശുവാണെന്ന് നമുക്കറിയാം. ഒറ്റ സുവിശേഷമേ ഉള്ളൂ, അത് യേശുവാണ്. അപ്പോൾ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വാക്കുകളിലും യേശുവിൻ്റെ പ്രവൃത്തികളിലും വിശ്വസിക്കുക എന്നുള്ളതാണ്. യേശു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യേശുവിനെ സ്വന്തമാക്കാൻ ഒരു വ്യക്തി രൂപപ്പെടേണ്ട തലമാണ് അനുതാപം, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ രൂപപ്പെടേണ്ട ഒരു അവസ്ഥയാണ് അനുതാപം എന്ന് പറയുന്നത്. പുതിയത് കടന്നു വരുമ്പോൾ പഴയതിനെ മാറ്റി വൃത്തിയാക്കിയിട്ട് വേണം പുതിയതിനെ പ്രതിഷ്ഠിക്കാൻ. നമുക്കറിയാം, ഒരു പുതിയ സാധനം, ഒരു പുതിയ വസ്തു നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ അത് വയ്ക്കാൻ വേണ്ടി പഴയ സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലമൊക്കെ നമ്മളൊന്ന് ഒരുക്കി വൃത്തിയാക്കിയിട്ടായിരിക്കും ഈ പുതിയൊരു ഫ്രിഡ്ജ് മേടിച്ചു എന്ന് വിചാരിക്കുക. പുതിയ ഫ്രിഡ്ജ് വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? പഴയ ഫ്രിഡ്ജ് അവിടെ ഇരിപ്പുണ്ട്. അപ്പം വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പഴയ ഫ്രിഡ്ജിനെ അവിടെ നിന്ന് മാറ്റി അവിടെ നിന്ന് തൂത്ത് വൃത്തിയാക്കി എല്ലാം ക്രമീകരിച്ചതിന് ശേഷം പുതിയതിനെ നമ്മളവിടെ പ്രതിഷ്ഠിക്കും. അപ്പോൾ ഈ പുതിയത് സുവിശേഷമാണ്, യേശുവാണ്. യേശു വരുമ്പോൾ അവിടെ പഴയത് ചില കാര്യങ്ങളുണ്ട്, ആവശ്യമില്ലാത്തത്. അത് മാറ്റിയെങ്കിൽ മാത്രമേ യേശുവിന് അവിടെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, യേശുവിന് അവിടെ വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, യേശുവിനെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈ പഴയതിനെ, ആവശ്യമില്ലാത്തതിനെ, മാറ്റേണ്ടതിനെ മാറ്റുന്ന അവസ്ഥയെയാണ് അനുതാപം എന്ന് പറയുന്നത്. അനുദപിക്കുന്ന ഒരു വ്യക്തി അനുതാപം കൊണ്ട് മാത്രം പൂർണ്ണമാകുന്നില്ല, അനുദപിച്ച് സുവിശേഷത്തെ വിശ്വസിച്ച് പ്രതിഷ്ഠിക്കണം. അപ്പോൾ നമ്മൾ പലപ്പോഴും മനുഷ്യന് പറ്റുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, പലരും അനുദപിക്കാറുണ്ട്,
പക്ഷേ അനുദപിച്ച് പാപങ്ങളൊക്കെ ഏറ്റുപറയും, നന്നായിട്ട് അനുദപിക്കും, നല്ല കുമ്പസാരമൊക്കെ നടത്തും. പക്ഷേ യേശുവിനെ അവിടെ പ്രതിഷ്ഠിക്കാറുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ടത്. കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ടല്ലോ, ഒരുവൻ്റെ ഉള്ളിൽ നിന്ന് പിശാചിനെയൊക്കെ പുറത്താക്കി അവൻ്റെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ പുറത്താക്കപ്പെട്ട പിശാച് ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ അവൻ വിചാരിക്കും, ഇനി എവിടെയാണൊന്ന് വസിക്കുക, എനിക്കൊരു സ്ഥലം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് പിശാച് ഇങ്ങനെ കുറേ നേരം തപ്പി നടന്നിട്ട് ആരെയും കിട്ടാതെ വരുമ്പോൾ പിശാച് വീണ്ടും ഇങ്ങനെ പഴയ സ്ഥലത്തൊന്ന് എത്തി നോക്കുമ്പോഴാണ് അത് അടിച്ച് വൃത്തിയാക്കി വെറുതെ ഇട്ടിരിക്കുകയാണ്. വചനം പറയുന്നത് എന്താണ്? അവൻ പോയി തന്നേക്കാൾ മോശമായ 7 ആത്മാക്കളെയും കൂടെ കൂട്ടി ഈ വീട്ടിലേക്ക് വന്ന് അവിടെ വസിക്കും. അവൻ്റെ സ്ഥിതി ആദ്യത്തേതിൻ്റേതിനേക്കാൾ അസഹനീയമായിരിക്കും, കഷ്ടമായിരിക്കും എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സുവിശേഷത്തെ പ്രതിഷ്ഠിക്കണം. അനുദപിച്ചാൽ മാത്രം പോരാ, പഴയതിനെ നീക്കിയാൽ മാത്രം പോരാ, പഴയ വീഞ്ഞിനെ മാറ്റിക്കളഞ്ഞാൽ മാത്രം പോരാ, അവിടെ പുതിയതുകൊണ്ട് നിറയ്ക്കണം. പുതിയ വീഞ്ഞ് യേശുവാണ്, അതാണ് സുവിശേഷം. അപ്പോൾ സുവിശേഷത്തെ പ്രതിഷ്ഠിക്കാൻ മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുതാപം എന്നത്. പലരും ധരിച്ചു വച്ചിരിക്കുന്നത് അനുതാപം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സമയത്ത് നടക്കണ ഒരു കാര്യമാണ്, ഒരു കുമ്പസാരത്തിൻ്റെ ഒരുക്കത്തിൽ അല്ലെങ്കിൽ ഒരു നല്ല ധ്യാനം കൂടുമ്പോൾ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അതുമാത്രമല്ല, അനുതാപം എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ നിരന്തരമായി നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നിരന്തരമായി നടക്കേണ്ടുന്ന ഒരു കാര്യം. നമുക്കറിയാം, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് എല്ലാ ദിവസവും പറ്റുമെങ്കിൽ 2 നേരമെങ്കിലും മിനിമം കുളിക്കുന്ന ആളുകളാണ്. ദേഹത്ത് അഴുക്ക് പുരളുന്നു എന്ന് അറിയുന്നത് കൊണ്ട് ഫ്രഷാകാൻ വേണ്ടി, അഴുക്ക് കഴുകിക്കളയാൻ വേണ്ടി നമ്മൾ നിരന്തരമായി ഒരു ദിവസത്തെ 2 നേരമെങ്കിലുമൊക്കെ കുളിച്ച് വൃത്തിയുള്ളവരാകും. അനുതാപം ഇപ്രകാരം നിരന്തരമായി നമ്മുടെ ജീവിതത്തിൻ്റെ കറകളെ കഴുകിക്കളയുക മാത്രമല്ല, അവിടേക്ക് യേശുവിനെ തിരിച്ചു വിളിച്ച് യേശുവിനെ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന, യേശുവിൻ്റെ വചനങ്ങൾ നിറയ്ക്കുന്ന, യേശുവിൻ്റെ പുണ്യങ്ങൾ നിറയ്ക്കുന്ന ഒരു തലമാണ് അനുതാപം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, അനുദപിക്കുക എന്നാൽ മാനസാന്തരത്തിലേക്ക് വരിക എന്നതാണ്. മാനസാന്തരത്തിലേക്ക് വരിക. ഒന്നാമതായ അനുതാപം ക്രിസ്തുവിലേക്ക്, ദൈവത്തിലേക്ക് തിരികെ എത്തുന്നതാണ്. അപ്പോൾ ഒരു അനുതാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലം, ഒരാൾ ദൈവത്തെ ഉപേക്ഷിച്ച് നടന്നെങ്കിൽ അയാളുടെ അനുതാപം എന്ന് പറയുന്നത് അവൻ ദൈവത്തിലേക്ക് വരുന്നു എന്നതാണ്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ ഇപ്രകാരം നിരന്തരം ആഹ്വാനം ചെയ്തത്, ദൈവത്തിലേക്ക് മടങ്ങി വരുവിൻ, സ്രഷ്ടാവിലേക്ക് മടങ്ങി വരുവിൻ, പാപി അവൻ്റെ പാപത്തിൽ നശിക്കാതെ തിരിച്ചു വരുവിനെന്ന് യെശയ്യാ പ്രവാചകനിലൂടെ, എസെക്കിയേൽ പ്രവാചകനിലൂടെയും ജെറമ്യായിലൂടെയൊക്കെ നിരന്തരം ദൈവജനത്തോട് ദൈവം ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ് അനുതാപം. അപ്പോൾ ദൈവത്തോട് കൂടെ ആയിരുന്നു, ഇടയ്ക്ക് ദൈവത്തെ വിട്ട് നമ്മൾ പോയി, ദൈവത്തോട് കൂടെ വസിക്കുന്നത് ഉപേക്ഷിച്ച് നമ്മൾ പോയി, അവനിലേക്ക് തിരിച്ചു വരുന്നതാണ് അനുതാപം. ആദവും ഹവ്വയും ഏദൻ തോട്ടത്തിലായിരുന്ന സമയത്ത് അവർ എന്നും ദൈവത്തോടു കൂടെ സഞ്ചരിച്ചിരുന്നവർ, ദൈവത്തോടു കൂടെ വസിച്ചിരുന്നവർ, ദൈവത്തോടു കൂടെ നടക്കാൻ പോയിരുന്നവർ, ദൈവത്തോടു കൂടെ ജീവിതം ചെലവിട്ടിരുന്നവർ ഒരു സമയത്ത് ദൈവത്തിൽ നിന്ന് വിട്ട് വേറെ ചിലരുടെ കൂടെ പോയി. പിശാച് വിളിച്ചപ്പോൾ പിശാചിൻ്റെ കൂടെ പോയി. അവിടെ നിന്ന് ദൈവം അവനോട് പറയുകയാണ്, നീ തിരിച്ചു വരണം, ദൈവത്തിൻ്റെ ഈ കൂടാരത്തിലേക്ക്, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരണം. അനുതാപം ഒന്നാമതായിട്ട് പ്രിയമുള്ളവരെ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവാണ്. ദൈവം നമ്മളെ വിളിക്കുകയാണ്, നീ എന്നിലേക്ക് തിരിച്ചു വരണം. ദൈവത്തെ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിലേക്ക് തിരിച്ചു വരണം. ഇത് അനുതാപത്തിൻ്റെ ഒന്നാമത്തെ തലമാണ്. 2, അനുദപിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാനസാന്തരം സംഭവിക്കുക എന്നുള്ളതാണ്. മനസ്സിൻ്റെ മാറ്റം സംഭവിക്കുക. അതിന് പാപത്തെക്കുറിച്ച് അറിയുകയും തിരുത്തുകയും ചെയ്യലാണ് അനുതാപം. പാപത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല, പാപത്തെക്കുറിച്ച് അറിയുകയും അതിനെ തിരുത്തുകയും ചെയ്യുന്നതാണ്. മറ്റൊന്ന്, നമ്മുടെ കാര്യസ്ഥതയുടെ കണക്ക് ദൈവത്തിരുമുമ്പിൽ തിരികെ നൽകുന്നതാണ്, ദൈവത്തിരുമുമ്പിൽ നൽകുന്നതാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ മാനസാന്തരം എന്ന് പറയുന്നത്
അനുതാപത്തിലൂടെ നമ്മൾ മാനസാന്തരത്തിലേക്ക് വരണം. മാനസാന്തരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കണക്ക് പരിശോധിച്ച്, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ പരിശോധിച്ച്, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ പരിശോധിച്ച് അതൊക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ദൈവത്തോടുള്ള ബന്ധവുമാകാം, സഹോദരനോടുള്ള ബന്ധവുമാകാം. ഈ ബന്ധങ്ങളിലൊക്കെ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, അകൽച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ തിരുത്തി റെസ്റ്റോർ ചെയ്യുന്ന ഒരവസ്ഥയെയാണ് മാനസാന്തരം അഥവാ അനുതാപം എന്നതുകൊണ്ട് അർത്ഥമാക്കും. അപ്പോൾ നമ്മുടെ കാര്യസ്ഥതയുടെ കണക്ക് നമ്മൾ ബോധിപ്പിക്കാൻ ദൈവം നമ്മളെ വിളിക്കുന്ന സമയമാണ് അനുതാപം. വീണ്ടും നിഷേധാത്മകമോ സാധാരണമോ ആയ അവസ്ഥയിൽ നിന്ന് സുവിശേഷത്തിൻ്റെ കൂടുതൽ ആധികാരികമായ ജീവിതത്തിലേക്ക് നാം നിരന്തരം മാനസാന്തരപ്പെടണം. നിഷേധാത്മകമായ അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലതിനെയും ധിക്കരിച്ച് നടക്കുന്ന, ദൈവം വേണ്ട, പള്ളി വേണ്ട, ദൈവിക കാര്യങ്ങൾ വേണ്ട, പ്രാർത്ഥന വേണ്ട, ഇങ്ങനെയൊക്കെ ധിക്കരിച്ച് നടക്കുന്നത് അതൊരു നിഷേധാത്മകമായ അവസ്ഥയാണ്. ആരെയും അനുസരിക്കേണ്ട, ആരെയും ബഹുമാനിക്കേണ്ട, ആരെയും സ്നേഹിക്കേണ്ട, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഞാൻ ചെയ്യണ്ട, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ഞാൻ നിറവേറേണ്ട, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നിഷേധാത്മകമായ, ഒരു എല്ലാവരെയും വെറുപ്പിക്കുന്ന, എൻ്റെ പ്രവർത്തനങ്ങൾ, എൻ്റെ ഉത്തരവാദിത്തങ്ങളൊന്നും ക്രിയാത്മകമായി നിർവഹിക്കാതെ ഒരു തലതെറിച്ച രീതിയിൽ ജീവിക്കുന്ന അവസ്ഥ, അതിനെ വിട്ട് എന്താണ് അതോടൊപ്പം തന്നെ സാധാരണമായ ഒരു ജീവിതം നയിക്കുക. പലർക്കും പറ്റുന്നവരത് ഇങ്ങനെയൊക്കെ മതി. ഇപ്പോൾ അത്യാവശ്യം പള്ളിയിൽ പോകണം, ഞായറാഴ്ചയൊക്കെ പകുതി കുർബാനയുടെ സമയത്താണെങ്കിലും പോയാൽ മതി. നോമ്പ്, ഉപവാസം, അതൊക്കെ നമ്മൾ പറയുന്നത്, അപ്പോൾ അതൊക്കെ കുറച്ച് മതി, മുഴുവനായിട്ടൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ മതി, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി, വലിയ ഭക്തിക്കൊന്നും പോകണ്ട, വലിയ പുണ്യങ്ങളിലൊന്നും വളരണ്ട, ഒരു ആവറേജ് മനുഷ്യനായിട്ട് ജീവിച്ചാൽ മതി. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ഒരു ചിന്ത ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരു വലിയ പാപമാണെന്ന് മാർപ്പാപ്പ പറയുന്നുണ്ട്. ഇത്രയൊക്കെ മതി, ഇതുപോലൊക്കെ മതി, സാധാരണ പോലൊക്കെ ജീവിച്ചാൽ മതി. ചിലരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വലിയ പുണ്യജീവിതത്തിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ വലിയ പ്രയാസമാണ്, അത് ഒത്തിരി തിന്മകൾ, ഒത്തിരി കഷ്ടതകൾ കൊണ്ടുവരും, ഇങ്ങനെയൊക്കെ ഒരു ആവറേജ് ആയിട്ട് അങ്ങ് ജീവിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരു ആവറേജ് ആളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല, പൂർണ്ണതയിലേക്ക് വളരാൻ വേണ്ടി. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കണം. ഈശോ പറയുന്നതാണ്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും. ഈ പരിപൂർണതയിലേക്കുള്ള വിളിയാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് നമുക്ക് ആർജിക്കാൻ പറ്റുക? അതിന് നിരന്തരമായ മാനസാന്തരം. അപ്പോൾ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആൾ അതിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആ സാധാരണ ജീവിതം എങ്ങനെ പോകുന്നു അത് കൂടുതൽ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് അവൻ്റെ ജീവിതത്തെ പുനഃക്രമീകരിക്കുന്നതിനെയാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, എന്നും മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ സാധാരണ വലിയ കുഴപ്പമൊന്നുമില്ല, മദ്യപിച്ച് വീട്ടിൽ വലിയ ബഹളമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോവുകയാണ്, പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, ആവറേജൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, പള്ളിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെ നമ്മൾ പോകുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഒരു ആധ്യാത്മികതയിലേക്ക് വളരാൻ നമുക്ക് പറ്റുന്നുണ്ട്. ഉദാഹരണത്തിന് പള്ളിയിലെ കമ്മിറ്റിക്കാരാണ്, കൈക്കാരന്മാരാണ്, അല്ലെങ്കിൽ പള്ളിയിൽ ജോലി ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും സുസമ്മതനാണ്. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, പള്ളി വന്നാൽ പള്ളിയിൽ കയറുന്നതിനോ വിശുദ്ധ കുർബാനയിൽ മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും വലിയ താല്പര്യമില്ല. പള്ളിയുടെ ബാക്കി കാര്യമൊക്കെ ചെയ്യുന്നതിന് ആൾ മുൻപിലാണ്. ഇതുകൊണ്ട് മതിയോ? അപ്പോൾ അവൻ്റെ പൂർണ്ണത എവിടെയാണ്? അവൻ ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുകയും എന്നാൽ അതിപ്രധാനമായ വിശുദ്ധ കുർബാനയിലും കൂദാശ കർമ്മങ്ങളിലും പ്രാർത്ഥനകളിലുമൊക്കെ ഈ ആൾ വ്യക്തിപരമായി ഉൾച്ചേരുകയും ചെയ്യുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു സാധാരണ അവസ്ഥയിൽ നിന്ന് അവൻ കൂടുതൽ പെർഫെക്റ്റായ, കൂടുതൽ മഹോന്നതമായ ഒരവസ്ഥയിലേക്ക് മാറുക. അങ്ങനെ മാറാനുള്ള ആ ഒരു മനോഭാവത്തെയാണ്, ആ ഒരു താല്പര്യത്തെയാണ്, ആ ഒരു വിളിയെയാണ് പ്രിയമുള്ളവരെ അനുതാപം എന്നതിൻ്റെ ഒരു തലം എന്നത് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നിഷേധാത്മകമോ സാധാരണമായ അവസ്ഥയിൽ നിന്ന് സുവിശേഷത്തിൻ്റെ കൂടുതൽ ആധികാരികമായ അവസ്ഥയിലേക്ക് ജീവിക്കണം. അപ്പോൾ സുവിശേഷം എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ പോരാ. യേശു പറഞ്ഞിരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക അല്ല, മറിച്ച് കൂടുതൽ ആധികാരികമായ, കൂടുതൽ ആഴത്തിലുള്ള ഒരു സുവിശേഷം ജീവിക്കാൻ അതിന് നിരന്തരമായ അനുതാപം നമ്മളെ സഹായിക്കും. അതിന് നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെയൊക്കെ നിരന്തരം നമ്മൾ പരിശോധിച്ച് ഇങ്ങനെ നവീകരിച്ച് തിരുത്തേണ്ടതിനെ തിരുത്തി മുൻപോട്ട് പോകുമ്പോഴാണ് നമുക്കങ്ങനെ ഒരു പെർഫെക്ഷനിലേക്ക്
വളരാനായിട്ട് സാധിക്കുക. ഇനി അനുതാപത്തിൻ്റെ വേറൊരു തലം എന്ന് പറയുന്നത് തെറ്റായ പ്രത്യാശ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പ്രത്യാശ വഹിക്കുന്നവരാകണം. എന്താണ് അനുദപിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത? ഇതാണ്, അവൻ ഇതുവരെ ഉണ്ടായിരുന്നത് പല കാര്യങ്ങളിലുള്ള പ്രത്യാശയാണ്. അവൻ്റെ ജീവിതം, ഈ അടുത്ത നാളുകളിൽ എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ദിവസം എന്നെ ഇങ്ങനെ അവൻ ഫോണിൽ വിളിക്കുകയാണ്, അച്ഛാ എനിക്ക് ഇന്ന് അച്ഛനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കണം, എനിക്കൊന്ന് സംസാരിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് അന്ന് അദ്ദേഹത്തെ കാണാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ട് ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്ത് നേരെ എൻ്റെ അടുത്തേക്ക് വാ, നമുക്ക് ഇവിടെ വന്നിട്ട് എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണോ എന്ന് ആലോചിക്കാം. അങ്ങനെ അവൻ വന്നു. അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് മദ്യത്തിൽ അടിമപ്പെട്ട് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ്റെ ജീവിതം മറ്റ് പലതിനും അവൻ വെച്ചു. അവൻ്റെ ജോലി, അവൻ്റെ കുടുംബം, അല്ലെങ്കിൽ അവൻ്റെ ജീവിക്കാനുള്ള മാർഗങ്ങൾ, ഇതിലൊക്കെയായിരുന്നു അവൻ കൂടുതൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരുന്നത്. അവനിങ്ങനെ ധാരാളം യാത്ര ചെയ്തു, ഒത്തിരി സോഷ്യൽ സർവീസ് വിങ്ങിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്, NGO ഒക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവൻ നിരന്തരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പള്ളിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പള്ളിയിൽ പോകുന്നുണ്ട്. ഇങ്ങനെ വന്നു, പേരിനൊരു പള്ളിയിൽ പോയി, വീട്ടിൽ വന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സാവകാശം മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥയിൽ മദ്യപാനത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ജീവിതം ഒന്നിനു പുറകെ ഒന്നായിട്ട് രോഗാവസ്ഥ വന്നു, ജീവിതം തകർന്ന് അങ്ങനെ അവൻ ഒരു ആത്മഹത്യയുടെ വക്കി നിൽക്കുന്ന അന്നാണ് എന്നെ വിളിക്കുക. എന്നിട്ട് അവൻ തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഇന്ന് ഞാൻ രാവിലെ പോയി ഇന്ന് മദ്യം മേടിച്ചു, ഒപ്പം അതിനകത്ത് ചേർത്ത് കഴിക്കാനുള്ള വിഷവും മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടാണ്. അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചില്ലായിരുന്നെങ്കിൽ, അച്ഛൻ എന്നോട് ഇന്ന് വരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം ഇന്ന് തീരുമായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, എന്താ ഇവിടെ സംഭവിച്ചത്? അവൻ്റെ ചില തെറ്റായ പ്രത്യാശകൾ, അവൻ പ്രത്യാശ അർപ്പിച്ചിരുന്ന അവൻ്റെ ആരോഗ്യത്തിലായിരുന്നു, അവൻ്റെ സൗഹൃദങ്ങളിലായിരുന്നു, അവൻ്റെ സ്ഥാപനത്തിലായിരുന്നു, അവൻ്റെ ജോലിയിലുള്ള കാര്യങ്ങളിലായിരുന്നു. ഇതിനകത്തൊക്കെ അവൻ പ്രത്യാശ വെച്ച് അവൻ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ജീവിതത്തിൽ അവന് തളർച്ചയുണ്ടായി. അപ്പോൾ അവൻ തിരിച്ചറിയുകയാണ്, ഇതല്ല എൻ്റെ വഴി. എന്ത് ചെയ്തു? അവൻ അനുദപിക്കാൻ തുടങ്ങി. അവൻ അവിടെ നിന്ന് ആ പ്രത്യാശകളെയെല്ലാം, അവൻ പ്രതീക്ഷിച്ച് അർപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൻ ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു. ഇന്നവൻ മാനസാന്തരത്തിൻ്റെ ഒരു വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ആരോഗ്യം വീണ്ടെടുക്കണം. അവൻ പ്രാർത്ഥനയും ശുശ്രൂഷകളിലും ഒക്കെ പോയി ഇങ്ങനെ അവൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? അവൻ്റെ തെറ്റായ പ്രത്യാശകളായിരുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ പ്രതീക്ഷിച്ചിരുന്ന, അവൻ പ്രത്യാശ അർപ്പിച്ചിരുന്ന ചില കാര്യങ്ങൾ. അതിനെയൊക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് യഥാർത്ഥ പ്രത്യാശയായ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ അവൻ സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്ത നാളുകളിൽ അവൻ വീണ്ടും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഈ ആത്മീക ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു തേഴ്സ്റ്റാണ് ഇപ്പം എന്നെ സംബന്ധിച്ച്. അതൊരു വലിയ ഒരു കാര്യമാണ് അല്ലേ, ആ കാര്യമാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു എന്നൊക്കെ ആ ചെറുപ്പക്കാരൻ പങ്കുവയ്ക്കുന്നത് ഓർക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, തെറ്റായ പ്രത്യാശയിൽ നിന്ന് നിത്യപ്രകാശമായ ലോകത്തിൻ്റെ മുഴുവൻ പ്രത്യാശയായ രക്ഷകനായ ക്രിസ്തുവിലേക്കുള്ള തിരിച്ചുവരവാണ് അനുതാപം എന്നത്. ഇനി നമ്മുടെ ദൗർബല്യങ്ങളെ ഭയപ്പെടാതിരിക്കുകയും അവയെ അതിജീവിക്കാൻ ക്രിസ്തുവിൽ ആശ്രയിക്കാനുമുള്ള വിളിയാണ് അനുതാപം എന്ന് പറയുന്നത്. അനുദപിക്കുന്ന ഒരു വ്യക്തി പലപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? എനിക്കിത് ഈ പാപത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജീവിതം കിട്ടില്ല, ഇങ്ങനെയുള്ള നിരാശാജനകമായ കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മദ്യപിക്കുന്ന ഒരു വ്യക്തി, അയാൾ വിചാരിക്കുകയാണ്, എനിക്ക് മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, എനിക്കിതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. അവൻ്റെ ദൗർബല്യത്തിലേക്ക് നോക്കി ഭയപ്പെട്ടിരിക്കുകയാണ്. ഓരോ പ്രഭാതത്തിലും ചിലപ്പോൾ അവൻ എഴുന്നേൽക്കുന്നത് ഈ ഭയത്തോടു കൂടി, ഇന്ന് എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമോ? ജഡികാസക്തിയിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി ഒരാളുമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് സൗഹൃദത്തിലാകുമ്പോൾ എന്തെങ്കിലും ജോലി സംബന്ധമായ മറ്റു കാര്യങ്ങൾ അയാൾക്ക് ഭയമാണ്, ഇന്നെനിക്ക് അവരുമായിട്ട് പാപം ചെയ്തു പോകുമോ? ഇങ്ങനെയുള്ള ബന്ധനങ്ങളിലായിരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ നോക്കുന്നത് എന്താണ്? ഈ ദൗർബല്യങ്ങളിലേക്കാണ്, അവരുടെ ജീവിതത്തിൻ്റെ ദൗർബല്യങ്ങളിലേക്ക്, അവരെ തളച്ചിടുന്ന ചില ദൗർബല്യങ്ങളിലേക്ക്. പക്ഷെ അനുദപിക്കുന്ന വ്യക്തിയുടെ നോട്ടം എവിടേക്കാണ്? ഈ ദൗർബല്യങ്ങളിലേക്കല്ല, ഈ ദൗർബല്യങ്ങളെ അതിജീവിക്കാൻ ശക്തി തരുന്ന കർത്താവിലേക്കാണ് നോട്ടം. അനുതാപം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ദൗർബല്യങ്ങളെ ഭയപ്പെടാതിരിക്കുക, നമ്മളെ കീഴ്പ്പെടുത്തുന്ന തിന്മകളെ നോക്കി ഭയപ്പെടാതെ അതിനെ അതിജീവിക്കാൻ എൻ്റെ ദൈവം. അപ്പോൾ എന്താണ് അനുതാപിയുടെ ലക്ഷണം? അതാണ്.
അവൻ പാപത്തെക്കുറിച്ച് അനുദപിക്കുക മാത്രമല്ല ദൈവത്തിൻ്റെ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് അവൻ ബോധവാനാകുന്നതാണ് അനുതാപത്തിൻ്റെ ഏറ്റവും ശക്തമായ ഭാവം എന്ന് പറയുന്നത്. ധൂർത്തപുത്രൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയിൽ, ദൗർബല്യത്തിൽ അവൻ കിടക്കുമ്പോൾ അവൻ ഓർത്തു, എൻ്റെ പിതാവിൻ്റെ ഭവനം, അവിടെ എല്ലാവരും എത്ര ശ്രേഷ്ഠരായിട്ടാണ് കഴിയുക, എത്ര ശ്രേഷ്ഠരായിട്ടാണ് കഴിയുക. ഞാനിവിടെ പന്നിക്കുഴി കിടക്കുമ്പോൾ എൻ്റെ ദാസന്മാർ പോലും എൻ്റെ പിതാവിനോടൊപ്പം മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ച് സുഭിക്ഷമായി ജീവിക്കും. അപ്പം അവൻ്റെ ദൗർബല്യങ്ങളിൽ നിന്ന് അവൻ നോക്കിയത് തന്നെ ശക്തനാക്കാൻ സാധിക്കുന്ന പിതാവിലേക്കാണ്. ഇതാണ് പ്രിയമുള്ളവരെ അനുതാപത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ ദൗർബല്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക. നമ്മളെ ശക്തനാക്കുന്ന ഒരു ദൈവമുണ്ട്. എൻ്റെ ബലഹീനതകളിൽ എന്നെ തളച്ചിടുന്ന ഒരു ദൈവമല്ല, മറിച്ച് എന്നെ ഈ ബലഹീനതകളെ അതിജീവിക്കാൻ സഹായിക്കുന്ന ഒരു പരിശുദ്ധാത്മ ശക്തി എന്നിലേക്ക് തരുന്ന ഒരു ദൈവത്തെ കാണുന്നതിനും അനുഭവിക്കുന്നതിനുമുള്ള, അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. മനുഷ്യൻ നശിച്ചു പോകുന്നതിനെക്കുറിച്ച് പറയുന്ന അല്ല സുവിശേഷം, നിനക്ക് രക്ഷയുണ്ടെന്ന് പറയുന്നതാണ് സുവിശേഷം. അപ്പോൾ ആ രക്ഷകനിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പറ്റുന്നതാണ് അനുതാപം. അല്ലെങ്കിൽ അത് കുറ്റബോധമായിട്ട് മാറും. ഞാൻ എൻ്റെ ദൗർബല്യങ്ങളെക്കുറിച്ച്, എൻ്റെ ബലഹീനതകളെക്കുറിച്ച് മാത്രം ചിന്തിച്ച് ഞാൻ തളർന്നു കിടക്കുമ്പോൾ അത് അനുതാപമല്ല, കുറ്റബോധമാണ്. എന്നാൽ അനുതാപം എന്ന് പറയുന്നത് അതിൽ നിന്ന് രക്ഷകനിലേക്ക് നോക്കാൻ, എന്നെ കൈപിടിച്ചുയർത്താൻ പറ്റുന്നവനിലേക്ക് നോക്കാൻ കഴിയുന്നതാണ് അനുതാപം. വീണ്ടും അനുതപിക്കുക എന്നത് പാപത്തിൽ കുറ്റപ്പെടുത്തുക എന്ന അവസ്ഥയിൽ നിന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക് കടക്കുന്നതാണ്. അനുതാപം എന്നത് പാപത്തിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് പാപങ്ങൾ ഏറ്റുപറയുന്ന അവസ്ഥയിലേക്ക്. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ഇത് കാണുന്നുണ്ട്. അവിടെ സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ കരഞ്ഞ് തളർന്നു. എനിക്ക് എൻ്റെ പാപങ്ങളെക്കുറിച്ചുള്ള ചിന്ത വലിയ ഉഷ്ണകാലത്തെ പോലെ എനിക്ക് തോന്നി. ഞാൻ ശരീരത്തിൽ ക്ഷയിച്ചു പോയി. എന്നിട്ട് സങ്കീർത്തകൻ പറയുകയാണ്, ഞാൻ എൻ്റെ പാപങ്ങൾ കർത്താവിനോട് ഏറ്റുപറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. പ്രിയമുള്ളവരെ, അനുതാപം എന്ന് പറയുന്നത് അതാണ്. ദൈവം എൻ്റെ പാപങ്ങൾ ക്ഷമിക്കും എന്ന അവസ്ഥയിലേക്ക് പോകാൻ എനിക്ക് പറ്റുക. എന്നെ സ്വയം കുറ്റപ്പെടുത്തി നശിപ്പിക്കുന്നതിലല്ല, എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞാൽ, ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാമെന്ന് എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ പാപങ്ങൾ ഏറ്റുപറയാമെന്ന് ദൈവത്തോട് പറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു ചെല്ലുന്നതാണ് പ്രിയമുള്ളവരെ അനുതാപം. അല്ലെങ്കിൽ അല്ലാത്ത അനുതാപങ്ങളെല്ലാം കുറ്റബോധത്തിൻ്റെ അവസ്ഥയിൽ മാത്രം നിൽക്കുകയാണ്. വീണ്ടും അനുതാപം എന്ന് പറയുന്നത് ദൈവത്തിനെ കണ്ടെത്തുവാൻ ഏറ്റവും ആവശ്യമായ അനുതാപവും എളിമയുമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാവുക. ദൈവത്തെ കണ്ടെത്തുവാൻ സഹായിക്കുന്ന അനുതാപത്തിൻ്റെയും എളിമയുടെയും ഒരു ഹൃദയം. അനുതാപം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി കൂടിയാണ്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത്, അനുതാപത്തെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൻ്റെ 1, 2, 3 അധ്യായങ്ങളിൽ പ്രതിപാദിക്കുമ്പോൾ ഓരോ സഭകളും അനുദപിക്കാൻ പറയുമ്പോൾ അവിടെ പറഞ്ഞു വരുന്ന ആത്മാവ് പറയുന്നത് കേൾക്കാൻ. കാരണം അനുതാപം ആത്മാവിൻ്റെ പ്രവൃത്തി കൂടിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ആത്മാർത്ഥമായി ഒന്ന് വിശകലനം ചെയ്യാം. എൻ്റെ അനുതാപം ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ പറ്റുന്ന തലത്തിലേക്ക് വളർന്നു. പഴയതിനെ നീക്കിക്കളഞ്ഞ് പുതിയ നിയമത്തെ, ക്രിസ്തുവിനെ, സുവിശേഷത്തെ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിക്കുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തെ അനുതാപത്തിലൂടെ വിശുദ്ധീകരിക്കാൻ, പഴയതിനെ നീക്കിക്കളഞ്ഞ് നിരന്തരം പുതുക്കുന്ന ക്രിസ്തുവിനെ, എൻ്റെ ജീവിതത്തെ നിരന്തരം രക്ഷിക്കുന്ന ക്രിസ്തുവിനെ, സുവിശേഷത്തെ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ ദൈവമേ എന്നെ നീ സഹായിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ